ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വ്ളോഗ് അബുദാബി ടു ദുബായ് ആട്ടോ. നമ്മൾ ദുബായിക്ക് ഒരു ട്രിപ്പ് പോവാണ്. പിള്ളേരൊക്കെ റെഡിയായി, എല്ലാവരും വണ്ടിയിൽ കയറി സെറ്റായി. നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി, സൂര്യൻ ഉദിച്ച് വരുന്നേ ഉള്ളൂ. അബുദാബിയിൽ നിന്ന് ദുബായിക്ക് ഒരു 1.5 മണിക്കൂർ ട്രാവലുണ്ട്. പിന്നെ ഒരു ദിവസം കൊണ്ടൊന്നും ദുബായ് കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെയും കൊണ്ട് കവർ ചെയ്യാൻ പറ്റുന്ന എല്ലാം എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ നേരത്തെ തന്നെ ഇറങ്ങി. അപ്പോൾ ദുബായ് കാണാത്ത ആരെങ്കിലുമൊക്കെ എൻ്റെ വ്ളോഗിലൂടെ ദുബായ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഹബീബി ഇൻ ദുബായ്. ഞാനൊരു 4 ടൈംസ് ദുബായ് വന്നിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ആട്ടോ ജുമേറ ബീച്ചിൽ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പോകാൻ പോകുന്നത് ജുമേറ ബീച്ചാണ്, JBR ബീച്ച്. അങ്ങോട്ടാട്ടോ നമ്മൾ ആദ്യമായിട്ട് പോകാൻ പോകുന്നത്. ഇപ്പം നല്ല തണുപ്പും നല്ല ക്ലൈമറ്റും ഒക്കെ ആയതുകൊണ്ട് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും വെയിലൊക്കെ വന്നു കഴിയുമ്പോൾ പിള്ളേരൊക്കെ ടയേർഡാകുന്നതിന് ഇപ്പം മാക്സിമം നമുക്ക് കണ്ടു തീർക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിലാട്ടോ നമ്മൾ. അപ്പോൾ ഇതാ ഇവിടെ കാറൊക്കെ പാർക്ക് ചെയ്തു. 1 മണിക്കൂറിന് 20 ദിർഹംസ് ആട്ടോ കാറ് പാർക്ക് ചെയ്യുന്നതിന്. ബീച്ചിലോട്ട് നമ്മൾ പോകുമ്പോൾ കാർ പാർക്ക് ചെയ്യുന്നിടത്ത് പിള്ളേരൊക്കെ ഇപ്പം നല്ല ഉഷാറാണ്. പിന്നെ ഒരു ട്രീ ഒക്കെ കണ്ടപ്പോൾ അത്യാവശ്യം കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. നമ്മളിതാ ബീച്ചിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഫോട്ടോ എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെയാണല്ലോ മെയിൻ. പിള്ളേരൊക്കെ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയിട്ട് നമുക്ക് അങ്ങനെ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി തന്നെ സെപ്പറേറ്റ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രെയിമൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ തന്നെ, ബീച്ചിൻ്റെ ഉള്ളിൽ തന്നെ. അവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം. നമ്മൾ കുറച്ചൊന്ന് ബീച്ചിലോട്ട് ഇറങ്ങാനൊക്കെ കരുതി, പക്ഷേ ഇപ്പോൾ സീസൺ ടൈമൊക്കെ ആയതുകൊണ്ട് നിറച്ച് ഫോറിനേഴ്സാണ്. വെള്ളത്തിലാണെങ്കിലും കരയ്ക്കാണെങ്കിലും ഒക്കെ നിറച്ച ആൾക്കാരായതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങണ്ട, നമുക്ക് അടുത്ത കുറച്ച് സ്ഥലങ്ങളിലോട്ടും കൂടെ പോകേണ്ടത് കൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ ഇനിയെന്ന് കരുതി. അപ്പോൾ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനും വാഷ്റൂമൊക്കെ തൊട്ട് ബാക്കിൽ തന്നെ ഉണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത്. അപ്പോൾ ദുബായിൽ തന്നെ നമ്മൾ വരുന്ന ഫോറിനേഴ്സിൻ്റെ ഏറ്റവും ഒരു ബെസ്റ്റ് ഡെസ്റ്റിനേഷനാട്ടോ ജുമേറ ബീച്ച്. ഇപ്പോഴത്തെ ആ തണുത്ത ക്ലൈമറ്റിന് നല്ല തണുത്ത കാറ്റും ഉണ്ട്, ആ കൂടെ ചെറിയ സൂര്യൻ്റെ ഒരു ചൂടും കൂടെ അടിപൊളിയാണ്. നമ്മൾ പിന്നെ ബീച്ചിൽ ഇറങ്ങാതെ കൊണ്ട് ഫുള്ള് നടന്നൊക്കെ കണ്ടു. ബോട്ടിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. തൊട്ടപ്പുറത്ത് തന്നെ ഒരു കൗണ്ടറുണ്ട്, അവിടെ ആളുണ്ട്. നമുക്ക് ഇവിടെ എന്തൊക്കെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടതെന്നൊക്കെ ആൾ പറഞ്ഞു തരും കേട്ടോ. ഞാൻ കുറച്ച് നേരം ഈ ബെഡയിലൊക്കെ അങ്ങ് കിടന്ന് ആകാശത്തോട്ട് നോക്കുമ്പോൾ നിറച്ച് പാരച്ചൂട്ടാണ് കാണാൻ പറ്റുന്നത് കേട്ടോ. പാരച്ചൂട്ട് ആൾക്കാർ പറക്കുന്നതാണ്. ആകാശത്തോട്ട് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് നിറച്ച് ഇങ്ങനെ കൂടി പാരച്ചൂട്ട് പറക്കുന്ന കാണുമ്പോൾ അതൊരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇങ്ങനെ നിറച്ച് ബിൽഡിങ്സും ബീച്ചിൽ നിന്ന് വരുന്ന തണുത്ത കാറ്റും സൂര്യൻ്റെ ചെറിയ ചൂടും. ആ ബെഡേ കിടക്കാൻ അടിപൊളിയാണ്. പക്ഷേ കിടക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. ആ ബെഡേ കിടക്കാൻ 450 ദിർഹംസാണ് 1 മണിക്കൂറിന്. ഇത്തിരി പ്ലാസ്റ്റിക് പൂക്കളൊക്കെ അലങ്കരിച്ച് വേറൊരു ബെഡ് കൂടെ ഉണ്ട്, അതിന് 650 ദിർഹംസാണ്. അപ്പം ഞാൻ പറയുകയാണ് ദുബായ് കാണാൻ ഇറങ്ങുമ്പോൾ കീശ നിറയെ പൈസയുമായിട്ട് ഇറങ്ങിയാൽ നമുക്കെല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതാണ് ഒരു പ്രത്യേകത. അതാണ് എനിക്ക് തോന്നിയ ഏറ്റവും വലിയൊരു കാര്യം കേട്ടോ. പിന്നെ ബോട്ടിംഗ് സൗകര്യവും ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഹെലികോപ്റ്റർ പറക്കുന്നതൊക്കെ കാണാൻ പറ്റും. അതെന്താണെന്ന് എനിക്കറിയില്ല, അറിയാവുന്നവരുണ്ടെന്ന് കമൻറ്റ് ചെയ്ത് തരണേ. പിന്നെ ഇതാ പിള്ളേർക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് പിള്ളേർ ഈ ഷെല്ല് പറക്കുക, മണ്ണി കളിക്കുക, അതൊക്കെയായിരുന്നു. ജോലിൻ ജസ്ലിൻ സാറിന് നിറച്ച് ഷെല്ലുകൾ കളക്ട് ചെയ്തു കേട്ടോ. ഞാനും അവരുടെ കൂടെ കൂടി ഷെല്ല് പറക്കാനും മണ്ണി കളിക്കാനും ഒക്കെ ആയിട്ട്. നമുക്ക് ബീച്ചിൽ ഇനിയിപ്പോൾ ഇറങ്ങിയില്ലേ പോലും ഇതുപോലെ നടന്ന് കാണാൻ തന്നെ ഒരുപാടുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ബീച്ചിനകത്ത് തന്നെ പാർക്ക് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡയറക്റ്റ് വന്ന് വെള്ളത്തിലോട്ടാണ് വീഴുന്നത്. പിന്നെ ഇവരും കുഞ്ഞുങ്ങളായതുകൊണ്ട് നമ്മൾ അതിനും ഇവരെ വിടാൻ നിന്നില്ല. ഇവരെക്കാളും കുറച്ചുകൂടെ ഏജുള്ള കുഞ്ഞുങ്ങൾക്കായിരിക്കും അത് കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. എന്താണെങ്കിലും അവർ നല്ലപോലെ എൻജോയ് ചെയ്തു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. നമ്മൾ അതിരാവിലെ ഇറങ്ങിയതാണല്ലോ. അപ്പോൾ തൊട്ട് ബാക്കിൽ തന്നെ കഫറ്റീരിയ ഒക്കെ ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട്. നമ്മൾ പോയി കുറച്ച് ഐസ്ക്രീമും കോഫിയൊക്കെ കുടിച്ച് അവിടുന്ന് പിന്നെ അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതാണ് ദുബായ് ജുമേറ ബീച്ച്. നൈസ്. അതിൽ കൂടുതലൊന്നും ഇനി പറയാനില്ല. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patented being negative when you should be getting after it. I got facts over tracks, isn't that spitting slow, spitting fast, I could roast, I could gas, think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness, hilarious, you think you're worth my time, you're delirious, mysterious, because you hide behind a fake exterior, inferior, you know I'll always be a bit superior, get off of me, this ain't no humble brag, I want you to hear words, you can say them back, I want you to
to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help, I had to do it all myself. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit, I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams into modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead I say something not illogical, something that is topical. Rub it on and watch it go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No, I'm not giving up, no, I'm not giving in. I will make it to the top, taking off in the wind. I gotta make it, I'm saving every day to taste it. I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help, I had to do it all myself. അപ്പോൾ അടുത്ത ദുബായ് വ്ലോഗുമായിട്ട് വരാം. അതുവരെ I don't ever slow എൻ്റെ up, ഗുഡ് ബൈ. no I don't take shit,